നാളെ കണ്ട പിക്കപ്പ്. ഐഡാഹോയിലെങ്ങാണ്ട. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഒൻറ്റാറിയോയിൽ ഇറങ്ങുന്നു, ഇന്നലെ യൂത്തയിൽ ഇറങ്ങുന്നു, ഇന്ന് ഐഡാഹോയിൽ ഇറങ്ങുന്നു. എന്താ ലൈഫ്. ഒരു കിടിലും കാർ പോൾ ചെയ്യുന്ന വണ്ടി കേട്ടോ. കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതിനകത്ത്. വാഷിങ്ടണിലെ ഓബേണിൽ നിന്ന് നമുക്കൊരു പിക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷെ അവിടെ 1 മണിക്കാണ് നമ്മുടെ പിക്കപ്പ്. ഇന്നത്തെ നമ്മുടെ സൺസെറ്റ് ഡ്രൈവ് ഒറിഗണി കൂടെ കേട്ടോ. പ്രത്യേക ഭംഗിയിലുള്ള ലാൻഡ്സ്കേപ്പിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സമയം വെളുപ്പിന് 2:30 കേട്ടോ. നമ്മളെ 2:30 പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ 11:30 ആയിട്ടേ ഉള്ളൂ. ഇവിടുത്തെ നമുക്ക് 300+ കിലോമീറ്ററും കൂടെയാണ് നമ്മുടെ പിക്കപ്പ് എടുക്കേണ്ട സ്ഥലത്തേക്ക് പോകേണ്ടത്. വിച്ച് മീൻസ് നമ്മൾ ടു ഏർലിയാണ്. നമുക്കിപ്പം തിരക്കിട്ട് പിടിച്ച് അങ്ങോട്ട് പോകേണ്ട ഒരത്യാവശ്യവും ഇല്ല. അപ്പം ഞാൻ ഓർത്തു ഇതിപ്പോൾ എന്തായാലും 2:30 1 മണിക്കൂറോടെ നമുക്ക് ഡ്രൈവിംഗ് ടൈം ഉള്ളൂ. അപ്പോൾ ഈ ലൗസിൽ എവിടെയെങ്കിലും നമുക്ക് പാർക്കിങ് കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് തൽക്കാലം ഇവിടെ കിടന്നിട്ട് അതാകുമ്പോൾ നമുക്ക് രാവിലെ വണ്ടി എടുത്തിട്ട് പോകാനായിട്ട് ഒരു കാപ്പി എടുക്കാം, വാഷ്റൂം ഉപയോഗിക്കാം, അങ്ങനെ ഫ്രഷായിട്ട് അങ്ങ് പോകാമല്ലോ. അടിപൊളി. നമുക്കൊരു പാർക്കിങ് കറക്റ്റ് ഒരെണ്ണം മാത്രമുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല, കറക്റ്റ് ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു. അത് നമുക്ക് കിട്ടി. നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു സ്പോട്ട്. അപ്പോൾ പിന്നെ നമ്മളത് എടുക്കാണ്ടിരിക്കുന്നത് മോശമല്ലേ. അടിപൊളി. രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ ദേവസ്യാജൻ നമുക്ക് പിക്കപ്പ് എടുക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആളെ കാണാനില്ലല്ലോ, സൈഡിൽ പാർക്ക് ചെയ്ത് കിടക്കുക. ചിലപ്പം ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലതും പോയതായിരിക്കാം. പോട്ടെ ഓക്കെ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ കലാപരിപാടികൾ? എവിടെ സംഭവിച്ചതൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പക്ഷേ ഇവിടെ ഈ 18 ചില തിരക്കുണ്ടായിരുന്നു. ഒരു ആക്സിഡന്റ്, ഒരു ബൈക്കുകാരൻ വീഴുവോ, അത് അപ്പുറത്തെ സൈഡിലാണ് വീണത്. ബൈക്കുകാരനോ? ഒരു ബൈക്കാ വീതിയുള്ള. അവനിങ്ങനെ അതിനകത്തരത്തില്ല, അവൻ റോട്ടിലിങ്ങനെ വീണ് അതിന്റെ ബൈക്കിന്റെ കുറെ പീസസ് ഒക്കെ ഇങ്ങനെ കിടക്കും. അപ്പൊ ആ സൈഡ് ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഈ സൈഡും ഞാൻ പറഞ്ഞു 30 കിലോമീറ്റർ. അന്ന് മനു വിളിച്ചു തന്നെ ഞാൻ 30 കിലോമീറ്റർ സാധാരണ ഇതുള്ളതാണ്. അതാ ഇങ്ങനെ അവസാനത്തെ. അപ്പൊ അവർക്കും അവർക്ക് മറ്റേ തുണി എടുക്കുന്നത് ഇതുവരെ ആയില്ല. ഇന്നലെ രാത്രി ചെന്ന അവരപ്പം ട്രെയിലർ ഡ്രോപ്പ് ചെയ്ത് കിടക്കുവാ നടത്തി കിട്ടാൻ. ഞാൻ പറഞ്ഞു മറ്റേ നമ്മൾ പോയ സ്ഥലം തന്നെ സെയിം കണ്ടെയ്നർ. ഞാൻ പറഞ്ഞു ഇന്ന കണ്ടെയ്നറും ഉണ്ട്, സാധനം അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കയറ്റി കൊടുക്കണം. അതിന്റെ മറ്റേ ചോക്ക് ഇപ്പുറത്തെ സൈഡ് ചെയ്തിട്ടുണ്ട്. ആണോ? പുള്ളി വന്നപ്പോൾ പുള്ളിക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തതിന്റെ ഒരു പുള്ളി ആത്മാർത്ഥത അവസാനം വരെ കാണിച്ചു. Going to Quebec, yeah? Yes. All right, I'm gonna load you up here. Okay, thank you. ഇത് ഭയങ്കര നഷ്ടമാണ്. ഇതൊന്നും നമ്മൾ ഇച്ചിരി നേരത്തെ വന്നാൽ ഇനിയും ചെയ്തതാണ്. ഞാനിപ്പം സാവകാശത്തിലേ വന്ന്. അവിടെ കിടക്കണ്ടായിരുന്നോ? ഇവിടെ നമ്മളവിടെ രാത്രി കിടന്നു. അല്ല, ഇവിടെ 8 മണിയാകുമ്പോൾ തുറക്കുള്ളൂ. അല്ല, അതല്ലേ പറഞ്ഞത്, ഇവിടെ 8 മണിയാകുമ്പോൾ തുറക്കുള്ളൂ. അതൊന്നായി ഇതൊക്കെ മനസ്സിൽ കുറിച്ചിരുന്നു. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ 1 മണി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇവിടെ ഈ പാർക്ക് ചെയ്ത് കിടക്കാൻ സ്ഥലം ഉള്ളതുകൊണ്ട് ഞാനാണ് വിചാരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പരിചയമുള്ളതുകൊണ്ടേ അവനോട് സ്റ്റാഫ് വേണമെന്ന് ചോദിച്ചു. ഇത് തന്നെ ഓർമ്മ കിടപ്പുണ്ടോ അതിൻ്റെ അകത്ത്? ബാക്കി വേണോ നോക്കിടാം. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വാഷിങ്ടണിലെ ഓബേണിലാണ്. ലോഡ് എടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഇവിടുന്ന് ലോഡ് എടുത്തുകൊണ്ട് നേരെ തിരിച്ച് പോകണം.
നമ്മുടെ അപ്പോയിൻമെന്റ് ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു. 1 മണിയാകുമ്പോഴത്തേക്കും വരാനാ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മളെ തമ്പുരാൻ അനുഗ്രഹിച്ച് ഒരു ബുദ്ധി തോന്നി, എന്തായാലും നേരെ ഓടിച്ചിങ്ങെത്തി, നേരത്തെ എത്തി. ഇപ്പൊ ഇവിടെ ഏതാണ്ട് ഇവിടെ 10 മണി. ഇവിടെ ഇപ്പൊ 10 മണിയായി. നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, അവന്മാര് പണി തീർത്ത് പോകാൻ തയ്യാറായി നിൽക്കുക പരിപാടികളൊക്കെ. ഞാൻ പണ്ട് ഇതൊക്കെ ഇനി എല്ലാം എഴുതി വെക്കേണ്ടി വരും. പണ്ട് ഞാനിങ്ങനെ കമ്പനികളുടെ പേപ്പറിൽ എഴുതും, ഇവര് നല്ല ആൾക്കാരാ, നമുക്ക് പാർക്കിംഗ് ഉണ്ട്, സ്പേസ് ഉണ്ട്. അപ്പൊ എന്നാ വെച്ചാൽ നമ്മുടെ മുൻപരിചയം കൊണ്ട് നേരിട്ട് വന്നാൽ മതി. ഇപ്പൊ ഇല്ല അവരുടെ അപ്പോയിന്റ്മെന്റ് പറയുന്നതനുസരിച്ച് നോക്കേണ്ട കാര്യമില്ല. ചില കമ്പനികൾ ഇങ്ങനെ ഫ്രൈഡേ ആകുമ്പോൾ അവര് പൊക്കോളാൻ പറഞ്ഞാൽ ചിലപ്പോ കിട്ടിയല്ല. അതെ, കൊറേയൊക്കെ നമ്മുടെ കയ്യിൽ നിന്നിട്ട് ഇന്നിപ്പോ 1 മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. നമുക്ക് കയ്യിൽ നിന്നിട്ട് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അതെ, നമ്മുടേതായ ഇനിഷ്യേറ്റീവ്സ്. ഞാൻ പിന്നെ ഇച്ചിരി പയ്യെ ഇങ്ങ് പോന്നു. എന്നിട്ട് തന്നെ ഞാൻ ഇവിടെ 8 മണിയാകുമ്പോൾ ഇത് തുറക്കുമെന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ 8 മണിയാകുമ്പോൾ തുറന്ന് പിന്നെ ആദ്യമേ പാർക്കിംഗ് അങ്ങോട്ട് വന്നാൽ പിന്നെ ഇല്ലെന്ന് പറയുകയാണെങ്കിൽ അവിടെ കിടന്നാൽ മതിയില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് പോയാലും വേറൊരു ലൊക്കേഷൻ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുറേ പ്രസ്ഥാനങ്ങളുടെ ഒരു ഡോളർ സ്റ്റോർ, ഒരു വലിയ ഇതാ കാറുകൾ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡോളർ സ്റ്റോറിന്റെ ട്രക്ക് ഡെലിവറി ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇപ്പുറത്തായിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലേ. ഇവിടെ നിന്നും പോയിന്റ് 3 മൈലും കണ്ടുവിടും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമുക്ക് ഇവരുടെ അടുത്ത് നിന്ന് നല്ലൊരു അനുഭവമായിരുന്നു. നമ്മുടെ ലോഡ് കയറ്റാൻ തുടങ്ങി കേട്ടോ. ഞങ്ങളിങ്ങനെ പേപ്പർ വർക്ക് സ്കാൻ ചെയ്യുന്ന തിരക്കിലാണ്. രാവിലെ അഡ്രസ്സ് ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ വിട്ട് തുടക്കം പിന്നെ ഫ്രഷ് ആയിട്ട് തുടങ്ങിക്കോട്ടെ എന്ന് കരുതി. എങ്ങോട്ടൊക്കെ മറന്നു. മാഡത്തിന് ന്യൂ ഡേ ന്യൂ സ്റ്റാർട്ട്. പുതിയ പഴയതൊക്കെ നമുക്ക് മറക്കാം. അതെ, ഞങ്ങൾക്കും ഒന്ന് പറ്റി, നിങ്ങൾക്കും ഒന്ന് പറ്റി. അതെ, ഏത് നമ്മളൊന്ന് താമസിച്ചു, നിങ്ങളുടെ ലോഡ് ക്യാൻസൽ. ഞാൻ പഴയ കമ്പനി വർക്ക് ചെയ്യുമ്പോഴേ നമ്മള് ട്രിപ്പൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അടി ഉണ്ടാക്കിയിട്ടായിരിക്കും ചെല്ലുന്നേ എടുക്കാൻ. അത് ചെന്ന് കഴിയുമ്പോൾ ജോർജ് ഞങ്ങളിരിക്കുമ്പോൾ ഡെസ്പാച്ചായിട്ട് അല്ല, ഇങ്ങനെ ഡെസ്പാച്ചിന്റെ ഇതായിട്ടിരിക്കുന്നു, ജോർജ് ചന്ദ്രൻ ഡ്രൈവർ ആയിട്ടിരിക്കുന്നു. അന്നത്തെ ഇതിന് നമ്മൾ അങ്ങനെ ചിലപ്പോൾ പലതും പറഞ്ഞു എന്നാ പിന്നെ ഒരു ചായ എടുക്കും, കാപ്പി എടുക്കട്ടെ. ഓക്കെ, അങ്ങനെ വേണം മനുഷ്യര്. കാരണം ഓരോ സാഹചര്യം വരുമ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിൻ്റെതായ രീതി പെരുമാറും. അല്ല ഇവര് പറയുന്നത് അങ്ങനെയല്ലേ, വർക്ക് വിത്ത് ആസ് എ ഫാമിലി എന്നല്ലേ പറയുന്നത്, ഫാമിലി മെമ്പർ എന്നല്ലേ പറയുന്നത്. ഫാമിലി മെമ്പർ നമ്മൾ അങ്ങനെയല്ലേ, പിള്ളേരോട് നമ്മളോട് നമ്മളും വഴക്ക് പറയും, അവരും പറയും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. നമുക്ക് അങ്ങനെ വേണമല്ലോ. നമ്മൾ ഈ തലേന്നത്തെ വഴക്ക് അടുത്ത ദിവസം ക്യാരി ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അതെ, അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ പേപ്പറൊക്കെ അയച്ചോ? ഇല്ല, അയച്ചില്ല. ഞാൻ എടുത്ത് സേവ് ചെയ്ത് വെച്ചേക്കുവാ. ഇപ്പൊ അയക്കണ്ട. അത് ചിലപ്പം പണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റുതാ. എല്ലാം അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാം ഈ ലോഡല്ലായിരുന്നു, വേറെ മാറി. അന്നേരം ക്യാൻസൽ ആവാം, ഇനിയും ക്യാൻസൽ ആവാം. സാധനം കയറി നമ്മൾ റൺ ചെയ്താലേ അറിയത്തുള്ളൂ ക്യാൻസൽ. പിന്നെ പണ്ടൊരു ആഴ്ച ഇതുപോലെ തന്നെ ഞങ്ങൾ ഓടിക്കഴിഞ്ഞത് തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ ഇറക്കിച്ചിട്ടുണ്ട്. നമ്പർ ഒരെണ്ണം മാറിപ്പോയതാ. അതായത് ഇങ്ങനെ, പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാ. രണ്ടും ചെല്ലേണ്ടത് ഒരു ലൊക്കേഷൻ, ട്രക്കിംഗ് കമ്പനി മാറിപ്പോയി. അപ്പം സംഭവം ഇത്രേ ഉള്ളൂ. ഇവര് തമ്മിൽ കമ്പനികൾ തമ്മിൽ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്താൽ രണ്ട് സെയിമാ. പക്ഷെ അതിന് പിന്നെ കൂടുതൽ വർത്താൻ പറഞ്ഞ കാര്യമില്ല. പിന്നെ നമ്മുടെ സമയം പോയി, നമ്മൾ പിന്നെയും പുറകോട്ട് എടുത്ത്. മറ്റേ കൊച്ചു ട്രക്ക് പോയോ? അത് പോയി. അത് ചെറിയ ഡെലിവറി ഉണ്ട്. പെട്ടെന്ന് പള്ളി അതിൻ്റെ അകത്ത് നിങ്ങൾ കയറിയാ? അകത്ത് കയറി. വാഷ്റൂം ഉണ്ട്, പക്ഷെ എനിക്ക് ലോക്ക് അതിൻ്റെ അകത്ത് മനസ്സിലായില്ല. വാഷ്റൂമിന്റെ എങ്ങനെ ലോക്കില്ലേ? കയറിയിട്ട് ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ലോക്കില്ലായിരിക്കും. എന്തായാലും നാക്ക് ഉണ്ടോന്ന് അറിയത്തില്ല. 2 സൈഡിലേക്ക് തിരിച്ചാലും അത് തുറന്നു വരും. അത് ചിലപ്പോ ഇനി അറിയത്തില്ല. വേറെ വല്ല നാക്ക് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് കൊള്ളാനുള്ളതുകൊണ്ട് ഞാൻ പി പി വെച്ചിട്ട് മുഖം കഴുകാനെങ്കിൽ പോകും. മറ്റേന് മാത്രം വാഷ്റൂമിൽ കയറുന്നില്ലേ? അതായത് മറ്റേ ഇരിക്കുന്നിടത്ത് മാത്രമേ ലോക്കുള്ളൂ. മറ്റേന് ലോക്ക് ഇരിക്കുന്നിടത്ത് ലോക്കുണ്ടോ? എവിടെ ലോക്ക്? ആ ഡോർ ഇങ്ങനെ അറിഞ്ഞു കിടപ്പുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ ഡോർ ഇല്ലാത്ത പോലെ തോന്നും. ഡോർ ഉണ്ട് അവിടെ. ആണോ? ഡോർ ഇങ്ങനെ ഇതായിട്ട് കിടക്കും. ഞാൻ ആലോചിക്കും ചെയ്തു ഇമാരെന്താ ഇനി ഓപ്പൺ ജയിലിലൊക്കെ പോലെ. അല്ല, ഡോർ പെട്ടെന്ന് നോക്കുമ്പോ ഡോർ അവിടെ ഇല്ലെന്ന് തോന്നുന്നു. അതിങ്ങനെ തുറന്ന് കിടക്കുന്ന തുറന്ന്. അപ്പൊ ആ ഭിത്തിയോട് ചേർന്ന് നമ്മള് നോക്കുമ്പോ ഡോർ ഇല്ലാത്ത പോലെ തോന്നുന്നു. നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ പ്രത്യേകം നോക്കിയോണ്ട്. നമുക്ക് പിന്നെ പി പി മാത്രം ആയതുകൊണ്ട് പരിപാടി തീർത്ത് പോകുന്നു. അങ്ങോട്ട് നമ്മളിപ്പോൾ വന്ന വഴിയാണെങ്കിലേ
അവിടെ നല്ല മറ്റേ ഹൈറ്റിൽ ഇങ്ങനെ മൗണ്ടൻസ് ഉണ്ട്. അവിടെ മറ്റേ അത് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ അതൊരു പക്ഷേ ഒരു മൂടിക്കെട്ടിയ ക്ലൈമറ്റാണ്. പക്ഷെ നല്ല തെളിച്ചമാണെങ്കിൽ ഡ്രോൺ നടത്തിയ നല്ല മറ്റേ ഇങ്ങനെ പീക്ക് ഇങ്ങനെ നല്ല എന്താ പറയുക ചുറ്റും ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുന്ന കൂട്ട് മൗണ്ടനാണ്. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പം വണ്ടി നിർത്താനുള്ള ഇതൊന്നുമില്ല, ഒരു ഇറക്കുവാ. പക്ഷെ തിരിച്ചു കയറും എനിക്കത് സൈഡ് ഇങ്ങനെ ഇത് വേണമായിരിക്കും, അപ്പുറത്തെ സൈഡ് അതിങ്ങനെ കയറി ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങിയ ഫുൾട്ട് കറങ്ങിയാലും ഈ മൗണ്ടൻ അങ്ങനെ നമ്മളിതിൻ്റെ ഒരു നടുക്കായിട്ടാണ് പോകുന്ന പോലെ. വാഷിങ്ടണും ഒറിഗണും നമ്മളെല്ലാവരും ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. നല്ല കിടിലമുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു മൂടിക്കിട്ടിയ വെതറിന്റെ ഒരു സംഭവം, ഇങ്ങനെ ഒരു പുകമടം പോലെ. അടിപൊളി. ചേച്ചാ നമ്മുടെ ഇന്നത്തെ വീഡിയോക്കകത്തേ ഞാൻ ലോക്കൽ ചെയ്ത് ഇതിലാണ്. അപ്പം ടൊറന്റോ ഇതില്ലേ, അപ്പം അതിൻ്റെ അകത്ത് ഞാൻ ഒരു ലോഡ് എടുത്തായിരുന്നു. അപ്പം അത് മറ്റേ ബേർലിംഗ്ടണ് പോകുന്ന ലോഡാ. അപ്പം ഈ ക്യാറ്റ് ലിറ്റർ എന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലായോ? ഞാൻ ക്യാറ്റ് ലിറ്ററോ മറ്റേ പൂപ്പിടുന്ന മണല്. കറക്റ്റ് സാധനം. അതെ, എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോ ക്യാറ്റ് ലിറ്റർ. ക്യാറ്റ് ലിറ്റർ എന്ന് പറഞ്ഞാൽ ക്യാറ്റിന്റെ അപ്പിന്നാണല്ലോ അതിന്റെ അർത്ഥം. കോഴിക്കാഷ്ടം പോലെ. എനിക്ക് ഇനിയിപ്പോ ഇത് ഈ മറ്റേ വല്ല വളത്തിനോ, പക്ഷെ ഇത് നമ്മളെടുക്കുന്നത് ഇതിന്റെ പാക്ക് ചെയ്യാനുള്ള ബോക്സ് എടുക്കുന്നത്. ഇത് നല്ല അടിപൊളി ബോക്സ്. ഒരിക്കലും വളം ഇങ്ങനത്തെ ബോക്സിൽ പോകില്ലല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല, നമ്മൾ എംറ്റി ബോക്സ് ഇത് ഫില്ല് ചെയ്യാനുള്ളടത്തേക്ക് ഉണ്ടാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ഇത് അടിയിടുന്നത്. അപ്പൊ നമ്മുടെ ന്യൂസ് അതിന് കമന്റ് ഇട്ടിട്ടുണ്ട്. Cat litter is an absorbent material kept in the cat litter box for absorbing and clumping cat's pee and poop like our Holly's wood chip in her. അപ്പം എന്നിട്ട് ഇത് നേരിട്ട് കളയുന്നതിന് വരെ മണൽ കളഞ്ഞിട്ട് അടുത്തായിട്ടാ മതി. അതായത് ബേസ്മെന്റിലൊക്കെ വെച്ചിട്ട് പൂച്ചയെ അങ്ങോട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഹോൾ ഇട്ടിട്ട് പൂച്ച അതിലെ പോയി ഈ രണ്ടും നടത്തുന്നത് അതിനകത്താണ്. റൈറ്റ് സ്ഥലത്ത് ഇത് പരിപാടി ചെയ്തിട്ട് നമ്മൾ ഈ മണല് കോൺസ്റ്റന്റ് ആയിട്ട് റിഫ്രഷ് ചെയ്തോണ്ടിരുന്നാൽ മതി. അതാണ് ക്യാറ്റ് ലിറ്റർ. അടിപൊളി. നമുക്ക് ഈ പെറ്റ്സുമായിട്ട് ഒരു പരിചയം ഇല്ലാത്തോണ്ടേ ഇവർക്കിപ്പോ പരിചയമായി. നീന കമന്റ് ഇട്ടേക്കുന്നത്. കാരണം ഒരു മൊയലിനുള്ള സാധനം ഇതുപോലെ നമ്മൾ ഈ അറക്കപ്പൊടിയാണ് ഇടുന്നത്. എന്നിട്ട് ഈ അറക്കപ്പൊടി കോൺസ്റ്റന്റ്ലി ക്ലീൻ ചെയ്തിട്ട് ഫ്രഷ് അറക്കപ്പൊടി ആ ഒരു സ്ഥലത്ത് ഇടുവായിരുന്നു. പക്ഷെ എൻ്റെ അമ്മയെ എന്തായാലും നമ്മുടെ അന്നമ്മയ്ക്ക് പെറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് വല്ലോ നിങ്ങളെ എനക്കുണ്ടോ? എനിക്ക് പണിയാന്നുണ്ടെങ്കിൽ അറിയാമോ അവിടെ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ ഒരു പ്രാവശ്യം അതിനകത്ത് മൊയലിനെ കാണിച്ചല്ലോ. ഞാൻ പിന്നെ അധികം അങ്ങോട്ട് കാണിച്ചില്ല. അത് മൊയൽ വേറെ, അത് പുള്ളി വേറെ പരിപാടിക്ക്. പക്ഷെ അതൊന്നും പറഞ്ഞ കാര്യമില്ല. അത് കഴിയുമ്പോൾ ഞാൻ പറയാൻ ഒരു ബേർഡ് നോക്കാം. അത് കഴിയുമ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനൊക്കെ കൊടുക്കത്ത പൈസ ഇല്ലേ. പിന്നെ ലവ് ബേർഡ്സ് ഉണ്ട്. പക്ഷെ ലവ് ബേർഡ്സ് ഉണ്ടായാലും അതിന് കൂടും വേണം. അപ്പൊ വേണം ഉണ്ടാക്കിയാക്കാവുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇവളെന്നാ ചെയ്താൽ പറ്റില്ല, ഈ പെരക്കാത്തോളം നടക്കുന്നേ. അല്ല, പക്ഷെ ബേർഡ്സിന്റെ കൂടാകുമ്പം വിന്ററിൽ എന്ത് ചെയ്യും? എല്ലാ വിഷയം അല്ല ഇവര് ഈ ചിലരെന്ന് വെച്ചാൽ ഈ ബേർഡ്സിന്റെ കൂട് വീടിനകത്ത് വെക്കും. നിങ്ങൾ വെച്ചേക്കുന്ന പോലെ വെച്ചിട്ട് അങ്ങനെ വെക്കുന്ന കൂടിന് ഭയങ്കര പൈസ. അതായത് ഇതിന്റെ ഈ ബേർഡ്സിന്റെ ഒരു പൊടി പറക്കൂല. ഈ സംഭവം എന്നാന്ന് പറഞ്ഞാൽ ഇതിന്റെ അതൊക്കെ അബ്സോർവ് ചെയ്യുന്ന വലിയ കൂടുന്നുണ്ട്. അത് മേടിച്ചത് ഞാൻ വേറൊരു വീട് മേടിക്കുന്നത്. വീട് അതെന്നാ വെച്ചാൽ ഫ്രണ്ട് ക്ലാസ് വരും. മനസ്സിലായി. ഇപ്പൊ ലവ് ബേർഡ്സിന്റെ ആണെങ്കിൽ നമ്മളൊരു അക്വേറിയത്തിന്റെ ഒരു ഫിഗർ വരും. പക്ഷെ അതിന്റെ ബാക്ക് സൈഡിലാണ് ഇതിന്റെ ഓപ്പണിംഗ്. അപ്പൊ അതിന് എയർ കൊടുക്കാനുള്ള സംവിധാനം മറ്റേ അങ്ങനെ കുറെ നൂതന സാങ്കേതിക വിദ്യകൾ വരും. ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ സാങ്കേതിക വിദ്യ തീരും. അതാണ് അതിനകത്ത് സത്യം. അപ്പൊ അല്ലെങ്കിൽ പിന്നെ എളുപ്പം എന്ന് പറയുന്നത് ഫിഷാ. അപ്പൊ ഫിഷ് മേടിക്കാന്നൊക്കെ അതാവുമ്പോ പിന്നെ ഫിഷാണ് ആർക്കും ഒരു ഫിഷ് അതിന്റെ ഒരു ടോപ്പ് ലെവലിൽ പോയാലും മെയിൻ്റെനൻസ് വരും. മറ്റേത് ഞാൻ സാധാരണ മറ്റേ ഇതുണ്ടല്ലോ ഫൈറ്റർ ഫിഷ് എന്ന് പറയുന്ന സാധനമുണ്ട്. മനസ്സിലായി. ബെറ്റ. അപ്പം ഓരോരുത്തർക്കും ഓരോ കളറാണ്. അതാണ് എല്ലാവർക്കും വേണം മേടിച്ചേക്കാം. ഓരോരുത്തരുടെ മുറി കൊണ്ട് വെച്ചോളാം. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ. നമ്മളും തുടക്കം ബെറ്റർന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ആരാണ്ട് ഒരു ഇവരെന്ത് ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു കൊച്ചിൻ്റെ വീട്ടിലങ്ങോട്ട് പോയപ്പോൾ ഈ പെറ്റ്സ് മറ്റേ ഇതാണ് പട്ടിയാ. അങ്ങനെ സംഭവം ശരിയാണ്. ഞാൻ പറഞ്ഞു അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മേടിച്ചു തരും. ഏതാ പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നല്ലോ. പട്ടിയല്ല പൂച്ച രണ്ടും നമ്മൾ
എന്നാന്ന് പറഞ്ഞാൽ പട്ടിയും പൂച്ചയാ. പക്ഷെ നമ്മുടെ നാട്ടിലെ പൂച്ച എന്ന് പറയുമ്പോൾ പുറത്തോടെയൊക്കെ നടന്ന് ഇതുങ്ങൾ തന്നെ കുറെ സർവൈവിന്റെ അല്ല, ഈ രോമങ്ങളല്ല. മറ്റേന്ന് പറയുന്നത് പൂച്ചയാണെങ്കിലും ഇവിടെ ഒരുപാട് ഇതിന് രോമങ്ങൾ പൊഴിഞ്ഞു വീഴും. അത് 100% അത് നമ്മളെ ഡിപ്പെൻഡന്റ് ആണ്, നമുക്ക് പുറത്തേക്ക് വിടാനും പറ്റില്ലല്ലോ. പിന്നെ വിന്ററിലൊന്നും വരാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ പോലത്തെ സംഭവങ്ങളായിട്ട് തന്നെ ലിറ്ററിങ്ങും മറ്റേതും ഒക്കെ ആയിട്ട് ഒരു വലിയ ഒരു ചെറിയൊരു എമൗണ്ട് മുറക്കും. പിന്നെ പൂച്ചയ്ക്ക് തന്നെ ഈ പറഞ്ഞ പോലെ വാക്സിന് നമ്മുടെ ഒരു ആരോടെ പുള്ളി എടുത്താ, അങ്ങനെ കുറെ ചടങ്ങുകളുണ്ട് ഇതിന്. അതും നമ്മൾ പൂച്ച എന്നാ കുഞ്ഞിന് 8 മാസം പ്രായമായി കഴിഞ്ഞാൽ പൂച്ചക്കുഞ്ഞിനായിട്ട് നമുക്ക് തരുള്ളൂ. അതിന് മുമ്പ് ബുക്ക് ചെയ്യണം. അതിന് മുമ്പ് പിന്നെ അത് പെണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മറ്റേ കൊച്ചുണ്ടായിരിക്കാനുള്ള സർജറി ചെയ്യണം. അങ്ങനെയൊക്കെ കുറെ പരിപാടിയുണ്ട്. പിന്നെ ഇതിന്റെ നഖം വെട്ടണം, കാല് വെട്ടണം. അപ്പൊ നാട്ടിൽ എന്ന് പറയുമ്പം ഇതെല്ലാം തന്നെ പോയി മരത്തെ മാന്തി ഇവന്മാര് തന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ രോമമെല്ലാം മരത്തിലിട്ട് ഉരച്ചൊക്കെ ഇവന്മാര് ഇത് ചെയ്യും. റെഡാണോ സാറേ? അതുകൊണ്ട് പുഷപ്പ് അടിച്ചാലോ, താല്പര്യമുണ്ടോ? പഠിക്കാൻ എവിടെ ഇട്ട് അടിക്കും? അതൊരു സെറ്റപ്പ് ഉണ്ട്. കുറെ നാളായി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട്. 2 തടി കഷ്ണം എനിക്ക് പ്രായാവുന്നതിൻ്റെ ആയിരിക്കാം. ഈ നേരത്തെ നമ്മൾ ഇങ്ങനെ കൈവച്ചിട്ട് പുഷപ്പ് അടിക്കൂലേ, ഇങ്ങനെ കൈ വിടർത്തി നമ്മളിങ്ങനെയാണല്ലോ. അപ്പം എനിക്കാണെന്ന് ഈ കൈയുടെ കുഴക്കൊരു ചെറിയ വേദന എന്തോ തുടങ്ങി. എനിക്ക് തോന്നി ചിലപ്പോൾ നമ്മളിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് വെച്ചിട്ട് ഫുൾ വെയിറ്റ് പ്രഷർ ഈ ഒരു ജോയിന്റിലല്ലേ വരുന്നത്. ഇപ്പൊ എന്റെ വൈഫിനുണ്ടല്ലോ ഇവിടുത്തെ ടെൻഡൻ പുള്ളിക്കകത്ത് പാത്രം പോലും എടുക്കത്തില്ല. ഇപ്പൊ ഫിസിയോതെറാപ്പി തുടങ്ങിയേക്കുക. അതായത് നമ്മുടെ ടെൻഡന് ഇൻഫ്ലേഷൻ അടിക്കും. ഏതായി പക്ഷെ അങ്ങനെ പുള്ളിക്കാരത്ത് വെച്ചാൽ വലത് കൈ കൊണ്ടാണ് കൂടുതൽ വർക്കുകൾ ചെയ്യുന്നത്. പിന്നെ ഈ ടൈപ്പിംഗ് അത് കൂടുതൽ പെയിൻ വരുന്നപ്പോഴാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് മുഴുവൻ ഈ റിപ്പോർട്ട് അടിക്കുന്നത് കമ്പ്യൂട്ടറല്ല. ഈ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടെൻഡൻ അങ്ങനെ കണ്ടൊരു അതായത് ഒരു നിശ്ചിത പൊസിഷൻ ആണല്ലോ. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ പോലെയല്ല, കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അത് വെക്കുമ്പോഴാണ് വഷളായി കൂടി. ഇപ്പൊ അത് മറ്റേ ഇതൊക്കെ ഇട്ടിട്ടാ പുള്ളിക്കാർക്ക് ഒരു അതായത് നമ്മൾ സംശയം ഉണ്ടെങ്കിൽ ഈ ഡോക്ടർമാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ വലിപ്പിച്ചു നോക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇടത് കൈക്ക് സ്ട്രോങ് ആയിട്ട് പിടിക്കുന്നുണ്ട്, വലത് കൈക്ക് അത്ര സ്ട്രോങ് ആവാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ ഇപ്പൊ നിങ്ങളിപ്പോ അസുഖമായിട്ട് വരുമോ നോട്ടിക്കും, ഡോക്ടർ ഇങ്ങനെ വിരൽ കാണിക്കാൻ പറയും, എന്റെ വിരൽ കാണിക്കും, നിങ്ങൾ ടൈറ്റ് ചെയ്യണം. നിങ്ങൾ ടൈറ്റ് ചെയ്തേ, ചുമ്മാ ടൈറ്റ് അങ്ങനെയല്ല, എന്റെ കൈ ടൈറ്റ് ചെയ്യും. ആ ടൈറ്റ് ലൂസായിരിക്കും. ഈ ബലം ഈ ഇത് കാണിയാണ്. അത് ആദ്യത്തെ ന്യൂറോയുടെ ഒക്കെ ഡോക്ടർമാരെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് സംഭവം എന്തോ നോർമൽ അല്ലെന്ന്. അപ്പൊ എനിക്ക് തോന്നി ഞാൻ അപ്പൊ ഇങ്ങനെ കൈ ഫ്ലാറ്റ് ആയിട്ട് വെക്കാതെ ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് ഇതാകുമ്പോഴത്തേക്കും നമ്മള് ഈ വിരലിങ്ങനെ ഇരിക്കുന്നതിന്റെ ഒരു സ്ട്രെസ്സും കൂടെ വരുന്നില്ലല്ലോ എന്ന് വെച്ചപ്പോ എനിക്കൊരു ഓക്കെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പേശിയുടെ ചിലപ്പോ ഒരു ശകലം പൊസിഷൻ മാറി വെയിറ്റ് അല്ലേ. പിന്നെന്താ വെച്ചാൽ റെഗുലർ അല്ല, റെഗുലർ ആണേ പോലും എനിക്ക് തോന്നുന്നു ഇന്നാളൊരു ഈ ഞാൻ പക്ഷെ റെഗുലർ ആയിരുന്നു കേട്ടോ. അല്ല റെഗുലർ ആണേ പോലും നമ്മുടെ ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ നമ്മുടെ ഈ തണുപ്പ് ക്ലൈമറ്റ്, അതായത് നമ്മള് ഈ ശരീരം ശ്രദ്ധിച്ചോ, ഇനിയിപ്പം കൂടുന്തോറും നമ്മൾ തണുപ്പ് നമ്മളൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ചല്ല നമ്മൾ വളർന്നു വന്നത്. നമ്മള് അവിടുത്തെ ട്രോപ്പിക്കൽ കണ്ടീഷനിൽ നിന്ന് വളർന്നു വന്ന ആൾക്കാർ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഇതിന് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, നാട്ടിലൊക്കെ നല്ല വെൽ ഹെൽത്ത് ആയിട്ടുള്ളവർ ഇവിടെ വന്നിട്ടും ഇപ്പം പലതിനും കുറവ്. ഒന്ന് ഭക്ഷണത്തിന്റെ ഇത് വരും, പിന്നെ നമ്മുടെ ഈ വിന്റർ മാറി ഇത് വരുമ്പോഴത്തേനുള്ള അവർക്ക് ആ വിന്റർ പിന്നെ കുറെ കൂടെ കഴിയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ലാത്ത രീതിയിലേക്ക് ബോഡിയുടെ തന്നെ കുറച്ച് പ്രിപ്പറേഷൻസ് വരും. അപ്പം പിന്നെ പ്രായം വരും. പുറത്ത് വെക്കാം, ആ സമയത്ത് 2 പുഷപ്പ് ഓടിക്കാം. അന്നേരം മിക്കവാറും അവൻ പച്ചയിടും അതിന് മുമ്പ്. നിങ്ങൾ പലക വെച്ചതിൻ്റെ ഉദ്ദേശം പലക വെച്ചിട്ടാണ് കൈവത്? എന്നാന്ന് വെച്ചാ നമ്മളെ ചെളി പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉടുപ്പ ചെളി വരെ ഇവിടെ കാല് വെക്കും. ഓക്കെ. വെറുതെ വമ്പറിനല്ലേ ഇളക്കം. പറഞ്ഞ മാനെ ഇടിച്ചു വീഴ്ത്താനുള്ള ചില മെമ്പർ കൊള്ളിയല്ലോ കേട്ടോ. കണ്ട് ഞാനൊരു മാനെ ഇടിച്ചിട്ടുണ്ട്. ഈ ഭാഗം ഇവിടെ ഈ ജോയിന്റ് വിട്ടുപോകും, അങ്ങോട്ട് കയറി. ഈ സെക്കൻഡ് ഹാൻഡ് സാധനം മേടിക്കുന്നത് മറ്റേ ഇവന്മാരുടെ ഈ ചൈന സാധനമൊക്കെ മേടിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ഇവിടെ ആയിരിക്കില്ലേ, ഇവിടെ അത്യാവശ്യം എല്ലാ ബമ്പറുകളൊക്കെ നല്ലതാണ്. അല്ല ഇവന്മാരുടെ ബമ്പറാ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയി ഇടിച്ചത്. ആണോ? ഇതിന്റെ ഇതല്ല, പഴയ മറ്റേ ഫ്രൈറ്റ് ലൈനറിന്റെ ഒരെണ്ണം. അതിങ്ങനെ ഇടിച്ചിട്ട് ഇതിങ്ങനെ വളച്ച് ഈ ബമ്പറെ കയറി ടച്ച് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ട് ഈ ജോയിന്റ് ഇല്ലേ ഇവർ ഈ വെൽഡ് ചെയ്ത് വെച്ച അവിടെ വേണ്ട. ഇവിടെ നിന്ന് ഒരളവ് എടുത്തിട്ട്
ഇതൊരു ഇതിലങ്ങ് വെച്ചേക്കും. ആ കൈ പക്ഷെ കൈക്ക് സെറ്റ് ആണോ? ഇപ്പം എനിക്ക് വേദനയില്ല, മറ്റേ ആകുമ്പോൾ വേദനയാണ്. ഉണ്ടോ? മറ്റേ ഇല്ല, നിങ്ങൾ വർത്താനം പറയരുത്. വിരലിൽ ഇരിക്കുമ്പം ഭയങ്കര വേദനയാണ്. മറ്റേ ഇതിന് പണ്ട് ഞാൻ കുറച്ച് നാൾ നമ്മൾ പിന്നെ കളരി പഠിക്കാൻ വേണ്ടി പോയത്. അല്ല, അവിടെ തന്നെ ഉള്ള ഒരു ആശാരം ഉണ്ടായിരുന്നു, പുള്ളി അവിടെ വന്നു. അപ്പോൾ പുള്ളി എന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ വർത്താനം ഈ ബ്രീത്തിങ്ങിലാണല്ലോ. അന്നൊരുത്തിന് ഇതുപോലെ വിലങ്ങിയതാ. ഈ വായു വിലങ്ങും നമ്മൾ പറയുമ്പം. ഞാൻ പിന്നെ ഈ ഫസ്റ്റ് സെറ്റ് ആകുമ്പോൾ നമ്മൾ അല്ലേ പണ്ട് എൻ്റെ ഉണ്ടായിരുന്നേ വാമപ്പിന്റെ സെഷൻ. ഈ മറ്റേ കളരിയിലാണേലും ഫസ്റ്റ് എന്നാ വെച്ചാൽ ഞാൻ കുറേ മറന്നുപോയി, അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഫുഡ് ടു ഹെഡ് വരെയുള്ള എക്സസൈസ് ഉണ്ട്, അത് ചെയ്യണം. അത് ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്യുമ്പം ആദ്യമൊക്കെ വരുമ്പോൾ അരമണിക്കൂർ എടുക്കും ഓരോന്നോരോന്ന് ചെയ്യാം. അത് പിറ്റേ ദിവസം ആകുമ്പോൾ 25 മിനിറ്റ്സ്, അങ്ങനെ കുറച്ച് 5 മിനിറ്റ് കൊണ്ട് ഈ പറഞ്ഞ പുതിയ കളരിയുടെ പുതിയ സ്റ്റെപ്പ് പഠിക്കുന്നതിന് മുമ്പ് വാമപ്പ് നടത്തണം. അല്ല അപ്പം പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ഈ സെയിം എക്സസൈസ് ചെയ്തു തീർക്കണം. അതെ, നിങ്ങളത് പറഞ്ഞാൽ എനിക്ക് ഓർക്കുന്നുണ്ട്. അപ്പോൾ അതായത് അതിനകത്തൊരു പുഷപ്പ് ഉണ്ട് കളരിക്കകത്തെ. ആ പുഷപ്പ് എടുത്താണ്ടല്ലോ 3 എണ്ണമൊക്കെ, അതായത് ഈ വിരളയിലാണ് കുത്തിയെടുക്കുന്നത്, പത്തിയില്ല വിരള്. ഈ നമ്മുടെ തള്ളവിരളില്ലേ, അപ്പം കിടക്കുന്ന പ്രദേശം അങ്ങനത്തെ ആയിരിക്കണം കേട്ടോ. സൂര്യ നമസ്കാരത്തിൻ്റെ കൂടിയ വെർഷൻ. അല്ല, സൂര്യ നമസ്കാരം അല്ല, അത് ഇതിൽ പല്ലിയാട്ടം എന്ന് പറഞ്ഞ സാധനമുണ്ട്. പല്ലിയാട്ടോ? പല്ല് പോലെ, അത് ഞാൻ മറന്നുപോയി. അതിങ്ങനെ അതൊരു 3, അതായത് ഇവിടുന്ന് അവിടെ വരെ പല്ലി പോകുന്ന പോലെ പോകും. നമ്മൾ ഫ്ലോറിൽ ഇങ്ങനെ കിടന്നിട്ട് അസൽ പല്ലി പോകുന്ന പല്ലിയുടെ കാലിങ്ങനെ അല്ലേ, അതായത് അങ്ങനെയല്ല പോകുന്നത്, നമ്മൾ ഫുൾ ബോഡി. അതെടുത്ത് കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സസൈസ് മതി. അതായത് ചെറുതൊക്കെ ഞാൻ പണ്ട് വേറൊരാളോടെ പോകുമ്പോൾ ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു. അന്നേരം എന്നാ വെച്ചാൽ ഈ നമ്മളിപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് കാലിലാണ് തുടങ്ങുന്നത്. കാലിൻ്റെ കുഴ ഇങ്ങനെ കറക്കും, ജോയിൻസ് എല്ലാം. അത് 5 തവണ കറക്കുമ്പോൾ തിരിച്ച് 5 തവണ റൊട്ടേഷൻ തിരിച്ചും കറക്കണം. തിരിച്ച് കറന്നു കഴിഞ്ഞിട്ട് ഈ സെയിം സാധനം തന്നെ. അതെന്നാ വെച്ചാൽ ഇതിൻ്റെ ഒരു ഗുണമെന്ന് അറിയോ, സംഭവം സിമ്പിളാണ്. ഈ കാല് മടിയാന്ന് പറഞ്ഞ പരിപാടിയില്ലേ, അത് ഒഴിവാക്കി കിട്ടും. തന്നെ ജോയിൻസ് ഒക്കെ ഒന്ന് വാമപ്പ് ആവാനുള്ള. അതായത് നമ്മുടെ ജോയിൻറ്റ് സ്റ്റിഫായിട്ട് നിന്ന് നമ്മൾ നടക്കുമ്പോഴാണ് ചില പൊസിഷനിൽ വരുമ്പോഴാണ് ഈ മടിച്ചിൽ വരുന്നത്. അതെ, അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇതിലുള്ളതാണ് ഈ സംഭവം. ഇത് ഇങ്ങനെ കറക്കും. അത് കറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്ട്രെച്ച് വരും, കാരണം ഇതിങ്ങനെ ഒറ്റയ്ക്കാണല്ലോ വയ്ക്കുന്നത്. പണ്ടൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു പോകും, പോയാൽ അപ്പം അങ്ങ് ഒടിയോ ഫ്ലെക്സിബിലിറ്റി അങ്ങ് പോകും ജോയിൻസിൻ്റെ. പിന്നെ അത് കഴിഞ്ഞുള്ളത് പിന്നെ മുട്ട് ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ. അപ്പം നമ്മൾ നിൽക്കാനുള്ള സ്റ്റെബിലിറ്റി കൂടെ പഠിക്കണം. അങ്ങനെയല്ല, പഠിച്ചോളും. ഇതും ഇതുപോലെ തന്നെ 5 തവണ റൊട്ടേഷൻ. ഇങ്ങനെ കൈയൊക്കെ ഇവിടെ ഇങ്ങനെ വെക്കുക, റൊട്ടേഷൻ. ഇത് കുഴ, ഇത് ആ കുഴയല്ല, ഇത് മുട്ടിൻ്റെ കുഴ. ഈ ഒരു സെറ്റപ്പും. അപ്പോൾ അതിനകത്തൊരു സംഭവം വെച്ചാൽ ആ ഒരു സെറ്റപ്പ് ചെയ്യുമ്പോൾ ചിലത് പറഞ്ഞു വെച്ചാൽ അത് ഡിപ്പെൻഡ്സ് ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. ഈ ബോഡി വെയിറ്റ് കൂടെ ഇവിടെ വരുമല്ലോ, ഒരു സ്ട്രെയിൻ വരുന്നില്ലേ. ഇതിന് സ്ട്രെയിൻ ഇല്ല, ഇത് വുഡ് മാത്രമേ ഉള്ളൂ. ഇത് മുട്ടിൻ്റെ റൊട്ടേഷൻ നമ്മൾ ബാലൻസ് ചെയ്ത് തിരിച്ചും വേണം. പണ്ട് ഇത് അരമണിക്കൂർ എടുത്താണ് നമ്മൾ ആദ്യം ചെയ്യുന്ന സംഭവം. ആദ്യം ഒരു കാലം നമ്മൾ ഓക്കെയാണ്, നമ്മൾ ഇടത് കാലം വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ബാലൻസ് വെച്ചു. അപ്പോൾ അതിങ്ങനെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ബോഡി ആദ്യം അത് ഉദ്ദേശിക്കുന്ന അവർ പറഞ്ഞു വെച്ചാൽ സംഭവം ചെറുതാണ്, പക്ഷെ നമ്മളൊരു ബോഡി ഒരു സ്ട്രെയിറ്റ് ഒരു ബാലൻസ് സംഭവം ആദ്യം വരുമ്പോൾ ഈ കാലം ഓക്കെ നമുക്ക് പരിചയമുണ്ട്. പക്ഷേ ഈ കാലം വരുമ്പോഴത്തേക്ക് നമ്മൾ വെച്ച് പോകും. അപ്പോൾ ആ സ്റ്റെബിലിറ്റി കിട്ടും. പിന്നെ ഇത് ഇങ്ങനെ ഈ ജോയിൻസ് ഇതുപോലെ 5 അത് റിവേഴ്സ് ചെയ്യണം, ഒറ്റ സൈഡല്ലേ ചെയ്യാവുള്ളൂ, റൗണ്ട് ആയിരിക്കണം. പണ്ട് ഇപ്പം ഈ എക്സസൈസ് ഞാൻ പിന്നെ അവിടെ പണ്ട് ഡയറക്ഷൻ നിൽക്കുമ്പം അവിടുത്തെ പേഷ്യൻസിന് ഈ സെയിം സാധനം തന്നെ ഞാൻ ചെയ്യിപ്പിക്കും. അപ്പോൾ അവന്മാർ ഇത് കഴിയുമ്പോൾ തന്നെ അവന്മാർക്ക് ഇപ്പം സംഭവം സിമ്പിളാ. ഇപ്പം ഇത്ര കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഇതിങ്ങനെ കറക്കി എടുക്കും. അപ്പം ചിലവന്മാർ നല്ല കറങ്ങി തിരിച്ചിങ്ങനെ ഇറങ്ങും. അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് കറക്കാൻ പറ്റുന്നതല്ല. അതിങ്ങനെ കൈയുടെ ഇത് ഇറക്കും, ഇതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടും പുറകോട്ടും ഇങ്ങനെ ഇറക്കും. പിന്നെ കൈയുടെ കുഴ ഇതിങ്ങനെ കറക്കും. നെക്ക് ഇങ്ങനെ കിടക്കുന്നത് അത് ചിലപ്പോൾ തല കറങ്ങും. അത് ഇങ്ങനെ കറക്കുന്നത് ഇങ്ങനെയാണ്. ഈ താടി ഇതുവഴി വന്ന് ഇങ്ങനെ വന്നിട്ട് ഫുള്ള് ഇങ്ങനെ വരും. ഇപ്പോൾ ഒന്നായി. അങ്ങനെ ഒരു 3 തവണ വെച്ച് കഴിയുമ്പോൾ തിരിച്ച് കറങ്ങിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. തിരിച്ചും കറങ്ങിക്കണം. അപ്പോൾ ഫാസ്റ്റ് ചെയ്യരുത്, പയ്യെ ചെയ്യുള്ളൂ.
അങ്ങനെ ചെയ്യരുത്, അങ്ങനെയല്ല ഇത് ഒരേ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തല ഇറങ്ങുന്ന അത് 3 ചെയ്ത് കഴിഞ്ഞിട്ട് അതേ പൊസിഷനിൽ തിരിച്ച് ചെയ്യണം. മൂന്നാമത്തെ വരുമ്പോൾ നോർമൽ നമുക്കത് എണ്ണം കൂട്ടി എടുക്കാൻ പറ്റും. തല 3 ചെയ്ത് കഴിയുമ്പോൾ തന്നെ തിരിച്ച് ചെയ്തോ, അത് നോർമൽ ചെയ്തില്ല. ചിലർ 5ഉം 6ഉം അത് അതിൻ്റെ ഇത് അനുസരിച്ച് ഒരു ചെറിയ പിരി പോലെ വരികയല്ലേ ആദ്യം. അത് തിരിച്ച് 3 ചെയ്ത് കഴിയുമ്പോൾ അത് നോർമൽ ഇതിലേക്ക് വരും. അത്രയും ചെയ്തിട്ടാണ് പിന്നെ ബാക്കി ചാട്ടവും പിറക്കുമൊക്കെ. എൻ്റെ അമ്മേ, ഇപ്പോൾ ചുമല ലൈറ്റൊക്കെ കത്തുന്നത് എങ്ങനെയായിട്ടാണ് തോന്നുന്നത്. എന്നാ ഇങ്ങനെ നമ്മൾ ഹൈറ്റിൽ നമുക്ക് തൊടാൻ പറ്റും. നിങ്ങൾക്കും കുറവാണേലും എത്ര വലിയ ഞാനൊക്കെ അവിടുത്തെ റൂമിൽ റൂഫിൻ്റെ ഇങ്ങനത്തെ ഒരു വിലങ്ങുണ്ട്, അത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെയൊക്കെ കഴിക്കണം. പക്ഷേ അതിനൊരു വാമപ്പ് ഉണ്ട്. ഈ 2 കാലില്ലേ നമ്മുടെ ഈ ബാക്കിലടിക്കണം. ഇത് അങ്ങനെ അടിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇങ്ങനെ നിങ്ങളുടെ കാലിൻ്റെ നിങ്ങളെ തൊടാൻ മുട്ടണം. ഓക്കെ, അത് കുഴപ്പമില്ല. ശരിപ്പോഴും ഇതാ ഇങ്ങനെ കണ്ടോ. അങ്ങനെ ഒരു 3-4 അങ്ങ് അടിക്കാവോ. അത് അടിച്ച് കഴിയുമ്പോൾ തന്നെ ഈ പറഞ്ഞ സംഭവം നമുക്ക് ഉയരത്തിലേക്ക് നമുക്ക് ഇത് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കിട്ടും. അത് കിട്ടുന്നത് അടുപ്പിച്ച് ഒരാഴ്ച ചെയ്തോ, നിങ്ങൾ ഇത്രയും പിടിച്ചേക്കുന്ന ഹൈറ്റ് കൂടുതൽ നിങ്ങൾക്ക് തൊടാൻ പറ്റും. ഈ ബാസ്കറ്റ് ബോൾ കളിക്കാരൊക്കെ ചാടുന്ന പോലത്തെ അതായത് ഒരു പൊസിഷൻ ഉണ്ട്. നമ്മളത് മൈൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറുതാണെന്നോ നീളം കൂടിയതാണെന്നോ ഒന്നും ഒരു വിഷയമല്ല. പിന്നെ വേറെ പുഷപ്പോടൊന്നും do it again. Yeah. 2 more. 10 more. വേറെ തന്നെ. പട്ടിക്ക് മനസ്സിലായി. പട്ടി പറഞ്ഞ തള്ള പുഷപ്പ് അടിച്ച് കഴിഞ്ഞാൽ അമ്മച്ചാരൊക്കെ ഫാൻസായി. പിന്നെ ഈ മറ്റേ കളരി അടിക്കുന്ന പുഷപ്പ് എങ്ങനെ അറിയാമോ? നമ്മൾ ഈ ഫ്ലോറുമായിട്ട് നമ്മുടെ ശരീരം ഇത്രേ മുട്ടാവുള്ളൂ, മുട്ടിയല്ല. അത് ഈ വിരളെ കുത്തി എടുക്കണം. പക്ഷേ ഈ പറഞ്ഞ പോലെ 10-15 അടിക്കാൻ പറ്റില്ല. തുടക്കത്തിലൊരു 3 പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഫുള്ള് ഒരു ഏകദേശം വെച്ച് ഗ്ലൗസ് എടുത്തു. ഗ്ലൗസിലോട്ടു ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഇങ്ങനെ വിരളില്ലേ, നമ്മൾ ചെരുപ്പിടിയല്ലോ കേട്ടോ. മറ്റേതെന്ന് പറഞ്ഞാൽ തോർത്തുകൊണ്ടാലായിരിക്കും ഇങ്ങനെ കറക്റ്റ് പൊസിഷൻ ഫിംഗറിൽ ഇതാ. ഇതാണ് അവരുടെ പുഷപ്പ്. അത് ഓരോ ദിവസമാണ് ഈ വിരളെ കുത്തിയാ നിൽക്കുന്നത് നമ്മൾ. 2 കൈൻ്റെയും കാലിൻ്റെയും ഫിംഗർ ടിപ്പ്. അത് മറ്റേ വേറൊരു സംഭവം. ഞാൻ പല്ലിയാട്ടം മറന്നുപോയോ. പല്ലിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചെയ്യുമ്പോൾ തന്നെ ഒന്നൊക്കെയുള്ള വിശപ്പിന് മറ്റേ വെറും വയറ്റിലാണല്ലോ. വേറെ സമയം പീനുമായിട്ടാകുമ്പോൾ തണുപ്പാണല്ലോ. അവിടെ ഒരു മറ്റേ ഈ കരിങ്കൽ ഒരു കുളമുണ്ട്, നല്ല തണുപ്പാണ്. നമ്മൾ ഈ പരിപാടി എപ്പോഴാന്ന് വെച്ചാൽ 5:15 ആകുമ്പോഴാണ് വെളുപ്പിനെയാണ്. നമ്മൾ 2-3 പേര് ഉണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞ് ഒരു 6:30 ആകുമ്പോൾ ഈ കുളത്തിലോട്ട് പോയി ചാട്ടോടെ തുന്നുണ്ടല്ലോ. പിന്നെ ഒരു കറ പഴം സാധനം തിന്നാൽ പോലും എന്നിട്ട് എന്നോട് പറയാം അച്ഛൻ പോയെന്ന് കളിയാക്കുമായിരുന്നു. ഇത് മുഴുവൻ വിളിച്ചിട്ട് ഡെയിലി ആടേ പോകുന്നത് എന്നും കാവലാക്കി വെച്ചേക്കുന്നതാണ്. പക്ഷേ ഈ കളരിയൊക്കെ നമ്മൾ പിള്ളേരെ പഠിപ്പിച്ചാൽ നല്ലതാണ്. എന്നാ അറിയോ, ഈ കോൺസെൻട്രേഷനൊക്കെ കിട്ടാൻ നല്ലതാണ്. അല്ല എന്തായാലും ഈ പണ്ട് ഞങ്ങൾ സെമിനാരിയിലായിരിക്കുമ്പോഴേ അവിടെ അങ്ങനെ ഉണ്ടാവുമല്ലോ. അവിടെ നമുക്ക് സ്ഥിരം ഇതുപോലെ വർക്കൗട്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞൊക്കെ ഊഹിക്കാൻ പറ്റും. രാവിലെ വിശന്ന് ഭ്രാന്തൊടി ഒടുക്കത്തെ വർക്കൗട്ടും ഒക്കെ കഴിയുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അറിയോ, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ള 5:30 ആകുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ദിവസം ഫുൾ എനർജിയാ. അതെ. ഈ മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ എണീറ്റൊക്കെ വന്നൊരു തത്തേ തടഞ്ഞെന്നുള്ളതാണല്ലോ. അതിനല്ല, നല്ല ഹാർഡ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ് കുളിയും കഴിഞ്ഞ് പവർ നാപ്പും കൂടെ കഴിഞ്ഞാൽ പഠിത്തത്തിലൊക്കെ നല്ല ഫോക്കസ് ആയിരിക്കും നമുക്ക്. ചുമ്മാ ഒന്ന് വായിച്ചാൽ തന്നെയുണ്ട്. ഇപ്പം നമ്മൾ ഈ കളരിയുടെ ഒക്കെ ഇപ്പോൾ പറയാല്ലേ, ഇപ്പം എല്ലാത്തിൻ്റെ ആശാൻ കളരി എന്ന് പറയല്ലേ സംഭവം. അപ്പോൾ അതിനകത്ത് തന്നെ എനിക്കൊന്ന് 2 ഉണ്ട്. ഒന്ന് നമ്മുടെ തന്നെ വടക്കൻ മറ്റേ തെക്കൻ കളരിയോ അതിന് തന്നെ അത് 2 കളരിയുണ്ട് നമ്മുടെ നാട്ടിൽ.
കളരിപ്പയറ്റ് രണ്ട് ഇതായിട്ട് കണ്ണൂർ ഭാഗം ഉള്ളവരുണ്ട്. അത് എനിക്കൊന്ന് അത് പ്രാക്ടീസ് ചെയ്യുന്ന പ്ലേസിനും വ്യത്യാസമുണ്ട്. ചിലത് മണ്ണിലാണ് അങ്ങനെ എന്താ കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെ മറ്റൊരു മണ്ണിലാണ് ഈ മെഴുകി പോലെ വെച്ചിട്ട് കുഴിയെടുത്ത് അങ്ങനെ. മനസ്സിലായി. അതിന് 2 പേരാ പറയുന്നത്. പിന്നെ വേറൊരു എക്സസൈസ് ഉണ്ട്. ഇങ്ങനെ വയ്ക്കുക. ഇത് കൈ ഇങ്ങനെ വെക്കുക, നേരെ നോക്കാവുള്ളൂ. ഇങ്ങനെ ഈ കൈ ഇത് ബെൻഡാകുക, ഇത് ബെൻഡാകാത്ത പോലെ. ഇത് ഈ കാല് മാറരുത്, ഇങ്ങനെ മാറി മാറി. ഇത് കളരിയുടെ ചുവടിൻ്റെ അകത്തുള്ള സംഭവമാണ്. ഇങ്ങ് മാറി. നമ്മുടെ ഈ മോഡേൺ ഇതിലും ഉണ്ടല്ലോ അതും. പക്ഷെ അതിനകത്ത് ഇങ്ങനെ തന്നെ അറിയോ, അത്ര ഇരിക്കുന്നതിൻ്റെ പാങ്ങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഇതായോണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചുള്ള അങ്ങനെ അത്ര ഇരിക്കും. കാരണം ഇവിടുത്തെ പേശി നന്നായിട്ട് വലിയും. അപ്പൊ നമുക്ക് ഈ ഫുട്ബോളൊക്കെ കളിക്കാൻ നേരത്തെ നമ്മൾ പിന്നെ അതിനകത്ത് നോട്ടം പ്രധാനമാണ്. നിങ്ങൾ കീഴോട്ട് നോക്കരുത്, ഈ വിരലിൻ്റെ ഇങ്ങോട്ട് നേരെ നോക്കണം. സ്ട്രെയിറ്റ് കഴുത്ത് നേരെ നിൽക്കുക തന്നെ അതിനകത്ത് വ്യത്യാസം വരും. ശരിയാ. പിന്നെ അതിനകത്ത് പറയുന്നത് ഈ കാല് മാറരുത്. കാലിന്റെ പൊസിഷൻ ഇത് തന്നെയായിരിക്കും, ഇങ്ങനെ പൊങ്ങരുത്. ഇത് അപ്പൊ പാദത്തിന്റെ കുഴയ്ക്കും. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതിന് മാക്സിമം, അതായത് നിങ്ങൾ മാക്സിമം കുറെ നാൾ കഴിയുമ്പോൾ ഇവിടെ ഒരു പിടുത്തം വരുന്നില്ലേ, ഈ പിടുത്തം കുറയും. അത് കുറഞ്ഞു വരും. നമ്മൾ കുറെ കൂടെ ഡൗൺ ആയി വന്നോണ്ടിരിക്കും. ഇത് കണ്ടിന്യൂസ് ഒരു 1 വീക്ക് ചെയ്താൽ പോലും ഇത് താഴെ കുറെ വരും. ഇങ്ങനെ ഇരിക്കുന്ന പരിപാടിയില്ലേ കളരിയില്, ഇവിടെ തളയിടിക്കല്ലേ, അതെന്നാ അറിയോ? ചെറുപ്രായത്തിൽ ഇവിടുത്തെ ഒരു കശീരിക്കൽ ഒരു വിടിയിപ്പിക്കും. അത് വിടിയിപ്പിക്കുന്ന ദിവസം ഇപ്പം നിങ്ങളാന്ന് ഓട്ടിക്കോ, 10 പിള്ളേർ പഠിക്കുക. അപ്പോൾ 10 പിള്ളേർ പഠിക്കുന്നത് കുറേ എക്സസൈസ് കഴിഞ്ഞിട്ടാണോ, അതിനൊന്നുമല്ല, ഫ്ലെക്സിബിൾ ആയത്. അപ്പം നിങ്ങളൊഴികെ ബാക്കി എല്ലാവരോടും പറയുന്നത് അടുത്ത ക്ലാസ്സിൽ ഇവൻ്റെയാണ് നമ്മൾ ഓടിക്കുന്നത്. നിങ്ങളോട് പറയാല, നിങ്ങളോട് പറയത്തേ ഇല്ല, സർപ്രൈസ്. ബാക്കിയുള്ളവന്മാർക്കറിയാം. അപ്പോൾ ഈ കളരിയിലുള്ള പുള്ളിക്ക് അത്യാവശ്യം ചിലപ്പോൾ നിങ്ങൾ തലയിറങ്ങിപ്പോവും ഈ സംഭവം ചെയ്യുമ്പോൾ. ഇപ്പോൾ ബോധം കെട്ടുപോകും. അപ്പോൾ അതിനുള്ള എണീപ്പിക്കാനൊക്കെ പുള്ളിക്കറിയാം അതിൻ്റെ വ്യക്തിയാണ് മെഡിസിൻ. അപ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറയും. ആശാൻ പുറയും കൂടെ വന്നിട്ട് ഇവിടെ ഒരു ഒറ്റ ഇരിപ്പങ്ങാണ്ടുണ്ട് ഒടിഞ്ഞത്. അതായത് നമ്മൾ കുറേ താഴും, ഫ്ലെക്സിബിളായി ഒരു ഇത്രയൊക്കെ പിന്നെ മുട്ടാൻ കാണുള്ളൂ. ഒരു ഒറ്റ ഇരിപ്പുണ്ട്. ഇവിടുത്തെ ഒരു അശരീരം കാണുന്ന എന്തോ വിടിപ്പിക്കുകയോ ലൂസാക്കുക അങ്ങനെ ആ സംഭവം. നിങ്ങൾ സ്വർഗം മുഴുവൻ കാണും. അയ്യോ, ഉറപ്പായിട്ട് കാണും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾ താറാവ് നടക്കുന്ന പോലെ അയ്യോ നടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ചിലപ്പോൾ ബോധം കണ്ട് നിങ്ങൾ അതോടെ ബോധാന്ന് പറഞ്ഞോട്ട് നടക്കും. ജസ്റ്റ് ഓരോരുത്തരുടെ ഇതനുസരിച്ച് 2 ദിവസം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ പിന്നെ ഇത് മാറിക്കിട്ടും. ശരിക്കും മെഡിസിനിലുള്ള മെഡിസിൻ അല്ല, ഇത് മനുഷ്യന്റെ ആ ഒരു അനാട്ടമി വെച്ച്. അതായത് ചെറുപ്പത്തിൽ ചെയ്യുമ്പോൾ ഫ്ലെക്സിബിളാണ്, പിള്ളേർക്ക് ഇച്ചിരി ബോഡി ഇതായി. നമ്മൾ ഇപ്പോൾ പറയുന്നത് പോയാൽ ചിലപ്പോൾ പലതും ഒടിഞ്ഞു പറഞ്ഞു പോകും. കാരണം അവർ ജയിപ്പിക്കുകയല്ല, അവരതാ കണ്ടീഷൻ. നിങ്ങളുടെ ഈ കളരിയാശാന്മാർക്ക് കണ്ടീഷൻ അറിയാം. നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷനും നിങ്ങളുടെ ബ്രീത്തിങ് പവറും ഇതെല്ലാം അവർ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കി നിൽക്കുന്ന 10 നാളത്തെ ഒടിക്കുമെന്നല്ല. പുള്ളി ഇതുപോലെ സീസൺ നോക്കി ഒരുത്തരെ പാകപ്പെടുത്തി നിർത്തിയേക്കുമായിരിക്കും. അവൻ കാണുന്നതാണ്, പക്ഷെ അവൻ അറിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു അയ്യോ ഇന്ന് ഇവൻ്റെ ഓടിച്ചത് എൻ്റെ ആണോ, നാളെ ഒരു പ്രശ്നമില്ല. അപ്പം നമ്മൾ വാച്ച് ചെയ്തു. അപ്പോൾ ഓഫായി കിടക്കുന്ന സമയത്താണ് പിറ്റേ ദിവസം പറയും ഇന്നയാളെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കുറേ നാളത്തെ കാര്യം കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അതായത് അവരുടെ ഇവാലുവേഷൻ, ഈ ആശാമാരുടെ ഇവാലുവേഷനും ഇൻസ്ട്രക്ഷന്മാരുടെ ഇവാലുവേഷൻ രണ്ടാണ്. ഇപ്പം എന്നെ പഠിപ്പിച്ച ആശാ എന്ന് പറയുമ്പോൾ ബോഡി സ്ട്രക്ചറിൽ എൻ്റെ ബോഡി ഇങ്ങനെയാണ്. വേറെ ഉള്ള വണ്ണമുള്ളവരാണ്. അപ്പോൾ വണ്ണമുള്ളവരുടെ ഇതിൽ വരുമ്പോൾ അവൻ്റെ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ വ്യത്യാസം വരും. അപ്പോൾ അത് അവർക്കറിയാം ആ സംഭവം. ഒരു 10 പുഷപ്പോട്ട് അടിച്ചോട്ടെ കേട്ടോ. എടുത്തോളൂ. അടിപൊളി. അപ്പോൾ നമ്മുടെ ലോഡിങ് കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ. സാധനം എടുത്തുകൊണ്ട് വിട്ടു പോവാം. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഇച്ചിരി നേരത്തെ കിട്ടി. സെറ്റ്. അതേണ്ട കണ്ടോ, പേപ്പർ റോൾസ് ആണേ. ആപ്പ് വെച്ചിട്ടോ, ഉരുണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും ആപ്പും ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. എടുത്തോ?
737-077. All right, guys. Full Thank you so All right, much. thank you. Appreciate it. Drive safe. അവൻ സീലിട്ടേക്കണ താഴെയാണല്ലോ. നമ്മുടെ ഒരു സീലിടണോ? ആ നമുക്കിവിടെ ഒരെണ്ണം ഇട്ടേക്കാം. അവിടെ പറഞ്ഞിട്ടേക്കാം അല്ലേ? എന്നാ എടുത്തോണ്ട് വരാം. ആ ഞാൻ മറ്റേ പിക്ചർ ഈ പേപ്പർ വർക്കിലേക്ക് മെയിൽ വിട്ടിട്ടുണ്ട്. ആ വിട്ടു. നിങ്ങൾ മറ്റേത് മെയിൽ വിട്ടു അയച്ചേക്കാം അപ്പോൾ അല്ലേ? ആ അപ്പോൾ നമ്മൾ ലോഡും എടുത്തു, സീലും ഇട്ടു, പേപ്പർ വർക്ക് സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ദേവസ്യാച്ചൻ്റെ സജഷൻ പ്രകാരം നമ്മൾ അയച്ചിട്ടില്ല. അത് നമുക്കിപ്പോൾ അയക്കാം. എനിക്കൊന്ന് ആ താഴ്ഭാഗത്തുണ്ട്, അവിടെ കുറേ ഉണ്ട്. വേണ്ട, കിട്ടി കിട്ടി കിട്ടി. ആ അത് റാസ്ബെറി. ഇത് എനിക്ക് വ്യാജനാവുന്നുണ്ട്. യാചനോ? ഇതുണ്ട് മൽബറിയുടെ സ്റ്റൈലിൽ തന്നെ. ഇത് ഇതുണ്ട്, പക്ഷെ മൽബറി അല്ലല്ലോ. ആണോ? കഴിച്ചു നോക്കിയാൽ ഇതുണ്ടോ? അല്ല ഇതല്ല, ഇത് യാചന നിങ്ങൾ പറഞ്ഞാലേ. ആ അതാ പറഞ്ഞത്. ഇതിപ്പോ ഏകദേശം മൽബറി തായ. മനുഷ്യന്മാരുടെ റീച്ച് ഇല്ലാത്തതുകൊണ്ട് നല്ല കിടപ്പുണ്ട് സാധനം കൊലകുത്തി. ഞാനും മനോടെ പോയിട്ട് ഇത് പറിച്ചതാ ഒരു പ്രാവശ്യം. അതൊരു ഫാക്ടറിയുടെ മൊത്തം. അന്ന് ഞങ്ങളുടെ പേപ്പർ വർക്ക് ഇപ്പൊ ആളെ കാണാനില്ല. അപ്പൊ അവസാനം പുള്ളി പറഞ്ഞു നിങ്ങളിവിടെ കാണും നമുക്കറിയാം എല്ലാവരും. ബെറിയുടെ ചുറ്റും കാണുന്നു. അവനെ പോയാലോ? ഇല്ല ഒന്നും മറ്റേ നമ്മളെ പേപ്പർ വർക്ക് എല്ലാം അയച്ചു കൊടുത്തിട്ട് ആ പേപ്പർ വർക്ക് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുക. ഹലോ, it's okay everything? Yeah, all good. Okay, thank you. ഓക്കെ, അപ്പം നമ്മുടെ ലോഡിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ വാഷിംഗ്ടണിൽ കൂടെയുള്ള നമ്മുടെ യാത്ര തുടങ്ങിയാണ്.